പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ പ്രാർത്ഥന ആവശ്യങ്ങൾ പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് അതിന് അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പോകാം. കർത്താവേ, ഈ ഒരു പ്രാർത്ഥനാ സംവിധാനം തന്നതിന് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ മക്കളെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങ് ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെയൊക്കെ ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കൾ പോകുന്ന എല്ലാ ഇടങ്ങളെയും നീ ആശീർവദിക്കണമേ. കർത്താവെ, തിന്മയുടെ ശക്തികളെ ഞങ്ങളെ വശമതാക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്ന് അങ്ങയുടെ മക്കളുടെ മനസ്സിലെ ഉദ്യമങ്ങളെ, ലക്ഷ്യങ്ങളെ, ചിന്തകളെ, പദ്ധതികളെ എല്ലാം പ്രഭാതത്തിൽ അങ്ങയുടെ പൊൻകൈകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് തന്നെ എല്ലാം വിവേചിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് ആവശ്യമായത് നന്മയായിട്ടുള്ള തിരഞ്ഞെടുത്ത് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടകമ്പോളങ്ങൾ നടത്തുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ കടങ്ങൾ പരിഹരിക്കാനും അവർക്ക് ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹം ഒത്തുവരാത്തവരും മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനുവേണ്ടി മരുന്ന് കഴിക്കുന്നവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവാഹം ആലോചനയ്ക്ക് വേണ്ടി പോകുന്നവരെ ആരൊക്കെയാണ് പോകുന്ന കർത്താവ് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ചിന്തകൾ, തമ്മിലുള്ള സംസാരങ്ങൾ, കരാറുകൾ എല്ലാം കർത്താവെ, അവിടെ ചുറ്റുവട്ടമുണ്ടാകുന്ന ചർച്ചവട്ടങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾ കടന്നു പോകുന്ന വഴികളെ, സ്ഥാപനങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കോടതികളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. വക്കീൽമാരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. വക്കീൽമാരോട് ഇടപെടുന്നവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണുകളൊക്കെ ആവശ്യിക്കട്ടെ. മക്കൾ, സ്കൂള്, വിദ്യാഭ്യാസം, ജോലി, താമസം, പഠനം, പരീക്ഷ, എങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റുകളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രായമുള്ള മക്കളെ, പ്രായമുള്ള മാതാപിതാക്കന്മാരെ, അവരുടെ ജീവിത അവസ്ഥകൾ കർത്താവെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അർഹിക്കാത്ത തിന്മകൾ ജീവിതത്തിൽ അനുഭവിച്ച് സങ്കടപ്പെടുന്നവരെ ഞെരുക്കങ്ങളിൽ നിന്ന് മോചിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവെ, എല്ലാ തരത്തിലും പള്ളിയിൽ നിന്ന് അകന്നു പോയവർ, ദേവാലയത്തിൽ നിന്ന് അകന്നു പോയവർ, കർത്താവെ, കുടുംബജീവിതത്തിൽ ആധ്യാത്മികതയിൽ നിന്ന് അകന്നു പോയവർ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിൽ പോയിരിക്കുന്നവർ, അവരെ അനുഭവിക്കുന്ന മറ്റ് പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, അവരുടെ മക്കളെക്കുറിച്ചുള്ള ആധികൾ, വ്യാധികൾ, അസ്വാസ്ഥ്യങ്ങൾ,
സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മാതാപിതാക്കന്മാരെ അല്പം പോലും മാനിക്കാത്ത രീതിയിൽ പെരുമാറുന്ന മക്കൾ എന്തിനു വേണ്ടി ഇവരെ ജനിപ്പിച്ചു, എന്തിനു വേണ്ടി വളർത്തിയെന്ന് ഒരു പിടിയുമില്ലാത്ത രീതിയിൽ തല ചുറ്റുന്ന പോലെ തോന്നുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഈശോയെ, എല്ലാവരുടെയും സാന്ത്വനത്തിനും കർത്താവ് എല്ലാവരുടെയും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയുള്ളവർക്ക് കർത്താവ് ആവശ്യമായ ശമ്പളം കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബാധ്യതകളും സാമ്പത്തിക നടപടികളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കർത്താവ് ഭവനരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഭവനവും സ്ഥലവും ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാടക താമസിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ട് വാടക കൊടുക്കാൻ പോലും പണമില്ലാതെ ഒറ്റയ്ക്കും പാട്ടത്തിന് വേണ്ടി താമസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കുലച്ചുപോയവരുണ്ട്. കർത്താവ് ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിയിട്ട് പിന്നീട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റിയില്ല, അതിനുള്ള സാമ്പത്തികമില്ല, അതിനുള്ള പരിവമില്ല, അതിനെ സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ നിൽക്കുന്നവർ കർത്താവ് നിരാശപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്ന ഇടം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്ന വഴി അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഉദ്യമങ്ങൾ, ചിന്തകൾ, പദ്ധതികളെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതത്തിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായി മാറ്റി സ്നേഹിപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഓക്കെ മക്കളെ, നമ്മൾ തിരിച്ചു വരികയാണ്. നമ്മളിന്ന് വായിക്കുന്ന വചനം, ചില വചനങ്ങൾക്കുണ്ടല്ലോ, അതായത് എനിക്ക് തോന്നുന്നത്, എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വചനം തുറന്നു നോക്കണം. പ്രത്യേകിച്ച് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ. അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വചനങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി വേണം തുറക്കാൻ. പക്ഷേ വിശ്വാസ പ്രമാണത്തിന് മുമ്പ് നമുക്കറിയാമല്ലോ, സുവിശേഷം കൊടുക്കാൻ നേരത്തും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ തുടങ്ങിയപ്പോഴും അതിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ്റെ പ്രബോധനം തുടങ്ങിയപ്പോഴും രണ്ടുപേരും അനുതാപത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ക്രിസ്തുകേന്ദ്രിതമായ എല്ലാ ആത്മീയ നടപടിക്രമങ്ങളും തുടങ്ങേണ്ടത് എനിക്ക് തോന്നുന്നത് മനസ്താപരണത്തോടെയാണെന്ന് തോന്നുന്നത്. മനസ്താപരണം ചൊല്ലിയിട്ട് വേണം പിന്നെ അടുത്ത് എന്ത് ചെയ്യണം, വിശ്വാസ പ്രമാണം ചെല്ലണം. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം വന്ന ഉടനെ വചനം എടുക്കണം. നിങ്ങൾ വചനം എടുക്കണ മുമ്പ് എന്ത് ചെയ്യണം, മനസ്താപരണം ചെല്ലണം. ആ മനസ്താപരണം ഒരു DTP ചെയ്തിട്ട് നിങ്ങളുടെ കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കണം. നിങ്ങൾക്ക് സ്വകാര്യമായി കാണുന്ന നിങ്ങളുടെ പഠന മുറിയിലോ അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലത്ത് ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാത്തിനും വലിയ സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു വിടാൻ. ചിലപ്പോൾ പാപമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷെ ഉണ്ടായില്ലെങ്കിൽ നമുക്കറിയത്തില്ല. നമ്മുടെ ചിന്തകൾ കൊണ്ടൊക്കെ ചിലപ്പോൾ ഏതെല്ലാം മേഖലയിൽ പോകണമെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ മുൻകൂർ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ മനസ്താപരണം ചൊല്ലിക്കഴിഞ്ഞാണല്ലോ നമ്മളൊരു സെറ്റായി ശരിക്കും. പിന്നെ അങ്ങോട്ട് വിശ്വാസം പ്രഖ്യാപിച്ചാൽ മതി. എന്നിട്ട് വേണം ഈ സ്വർഗസ്ഥനെ എന്ന് പറഞ്ഞവർക്ക് ചെല്ലാൻ. അതെല്ലാം നമുക്ക് ഭയങ്കര വരദാനങ്ങളുടെ പ്രാർത്ഥനകളാണ്. പക്ഷേ വരദാനങ്ങളുടെ പ്രാർത്ഥന അനുഭവിക്കാൻ യോഗ്യത വേണ്ടേ? പക്ഷെ ഇതിനെല്ലാത്തിനേക്കാളും വലുതാണ് ഇതെല്ലാം ചെയ്തിട്ട് വചനം എടുത്ത് നോക്കണം. എല്ലാ ദിവസവും വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അതിന്. എന്താണെന്നറിയാവോ? വചനം, തരണ വചനം വിശ്വസിക്കുന്നു, പാലിക്കുന്നുവെന്ന് ദൈവത്തിന് ഉറപ്പ് കൊടുക്കണം. പല അണ്ണന്മാരും തത്തയെ കൊണ്ട് ചീട്ടെടുപ്പിക്കണ പോലെ കാക്കാലിനെ പോലെ വചനം എടുത്ത് വചനപ്പെട്ടിന്നൊക്കെ എടുത്ത് നോക്കണുണ്ട്. എന്നിട്ട് ഇങ്ങനെ നോക്കി ഇടിച്ചിട്ടാണ് വെക്കും. അതായത് അങ്ങനെയുള്ളവർ എടുക്കാൻ പോരുത്, ദൈവത്തെ പരീക്ഷിക്കാൻ പോകരുത്. മറിച്ച് സമ്പൂർണ്ണ ബൈബിളാണ് എടുക്കേണ്ടത്. എടുത്തിട്ട് സമ്പൂർണ്ണ ബൈബിൾ വരുത്തിയിട്ട് വായിക്കണം. വായിക്കുമ്പോൾ വായിക്കുന്ന വചനം വിശ്വസിക്കണം. ഈ മാതാവിൻ്റെ ഏറ്റവും വലിയ വിജയം എന്താ നിങ്ങൾക്കറിയാവോ? അമ്മയോട് എന്തുകൊണ്ടാണ് ഈ വചനം പിന്നെയും കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കാരണം എന്താണ്? പരിശുദ്ധാത്മ പറഞ്ഞതാണ്. ലൂക്ക 1:45 വായിച്ചേ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ കേട്ടാ? എന്താണ്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ? കർത്താവിന്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ചു. ഇപ്പൊ നമ്മളിങ്ങനെ വചനമൊക്കെ പെട്ടിയൊക്കെ എടുക്കും, പക്ഷെ നമ്മളത് ചിലപ്പോൾ ഒക്കുമായിരിക്കും, ചിലപ്പോൾ ഒക്കത്തില്ല എന്ന്. അങ്ങനെയല്ല, ഫുൾ ആൻഡ് ഫുൾ അത് വിശ്വസിക്കണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വചനം എടുക്കുന്ന കർത്താവേ, അങ്ങയുടെ വചനം വിശ്വസിക്കാനും നടപ്പിൽ വരുത്താനും എന്നെ സഹായിക്കണമേ എന്ന് ദൈവമായിട്ടുള്ളൊരു അമീക്കബിൾ ഇൻ്റർപേഴ്സണൽ റിലേഷനാണ്. ഒരു വ്യക്തിപരമായ ബന്ധമല്ലേ ആധ്യാത്മികത എന്ന് പറയുന്നത് തന്നെയല്ല. എന്താ അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ?
പെട്ടെന്ന് നമ്മൾ വചനം പാലിക്കുമെന്ന് മറിയത്തെ പോലെ ദൈവത്തിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും. ഇപ്പം എനിക്കൊരു പ്രശ്നം ഉണ്ടായി. അത് ഞാൻ കാനഡയിലേക്ക് പോകുമ്പോൾ എനിക്ക് കാനഡയിൽ നിന്ന് വിസ കിട്ടി. പക്ഷേ എൻ്റെ കൂടെ വരേണ്ട വിജയകുമാറിന് വിസ കിട്ടിയില്ല. അപ്പോൾ പോകേണ്ട അവസാന ആഴ്ച വന്നു. അപ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ എനിക്കെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒറ്റയ്ക്ക് പോയി അവിടെ പരിചയമില്ലാത്തത് കൊണ്ട്, അതുപോലെ തന്നെ വിജയകുമാർ എൻ്റെ ഒരു റൈറ്റ് പാർട്ട്ണർ ആയതുകൊണ്ട് അദ്ദേഹം വരണമെന്ന് ആ മെസ്സേജിലുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് വിസ കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകണ്ടേ, അത് ഡ്രോപ്പാക്കി കളയാം എന്ന് ഞാനിങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ലേ? കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പോകണ്ടേ, പോയാൽ ശരിയാകുമോ ഇല്ലേ, എന്ത് ചെയ്യും, ഈ വിസ കിട്ടുമോ ഇല്ലേ, അദ്ദേഹം വരുമോ, കൂടെ പോവുമോ, അതായത് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവന്നു പോയാൽ ശരിയാകുമോ എന്നിങ്ങനെയൊക്കെ എല്ലാം കൺഫ്യൂഷൻ അടിച്ചു പോയി. അപ്പോൾ എൻ്റെ ഒരു പണ്ട് പോലെ 1977 ഞാൻ ആദ്യമായിട്ട് വചനം തുറന്ന് ബൈബിള് മെസ്സേജ് ചോദിക്കണത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മെസ്സേജിലാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാനും ജീവിക്കണതും എൻ്റെ അടുത്ത് വരുന്നവർക്കും ഞാൻ മെസ്സേജ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എന്താ തെറ്റിപ്പോകാതിരിക്കാനുള്ള മാർഗ്ഗമെന്ന് പറയണത്, മെസ്സേജ് തെറ്റായിരിക്കാനുള്ള മാർഗ്ഗമെന്ന് പറയുന്നത് നമ്മൾ അതുകൊണ്ട് ജീവിക്കുമെന്ന് ദൈവത്തിന് തോന്നണം. അല്ലാതെ പരീക്ഷിക്കാൻ തൽക്കാല കാര്യസാധ്യത്തിന് വേണ്ടിയാണെന്ന് തോന്നരുത്. പിന്നെ പകുതി വിശ്വസിക്കത്തില്ലെന്ന് തോന്നരുത്. അതുകൊണ്ട് അത് ഫുൾ ആൻഡ് ഫുൾ വിശ്വസിക്കുമെന്ന് മാതാവിനെ പോലെ ദൈവം തോന്നിയാൽ കൃത്യമായിട്ട് വചനത്തിലൂടെ സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ കൺഫ്യൂഷനാണ്. ഞാൻ പറഞ്ഞ് സാരമില്ല, കൺഫ്യൂഷൻ ഇപ്പോൾ തീരും. അപ്പോൾ എൻ്റെ കൂടെ ജോമോളുണ്ട്, അവരാണല്ലേ മീഡിയയുടെ സെക്രട്ടറിയും, അതുപോലെ തന്നെ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഡയറക്ടറായിട്ടുള്ള കിൻഡനച്ചനുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞു, ഇപ്പം അമ്മ നിങ്ങളോട് മാതാവ് പരിശുദ്ധാത്മാവും ഒക്കെ നമ്മളോട് സംസാരിക്കും. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു നമ്പർ പറ, ജോമോളൊരു നമ്പർ പറ, കിൻഡനച്ചൻ ഒരു നമ്പർ പറ. എന്നിട്ട് ഞാനൊരു സുവിശേഷം അങ്ങനെ എടുത്തത്. അപ്പോൾ ഇവർ പറഞ്ഞ നമ്പർ, ഒരാൾ പറഞ്ഞത് 2 ഒരാൾ പറഞ്ഞത് 4. ഞാൻ തുറന്നപ്പോൾ കിട്ടിയത് ലൂക്കായുടെ സുവിശേഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 2-4 ഈശോ സംസാരിക്കണത്, നിങ്ങൾ എടുത്ത് നോക്കാൻ പറഞ്ഞു. അത് ആ വചനം ഒന്ന് വായിക്കാം, ഒന്ന് കേട്ട് വായിച്ചേ. ലൂക്കാ സുവിശേഷം 2-4. ജോസഫിന്റെ പേര് പറഞ്ഞിരിക്കുകയാണ്. ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടി പോയി. അപ്പൊ ഇത് അന്ന് നടന്നൊരു സംഭവമാണ്. ഇത് നമ്മുടെ കോണ്ടസ്റ്റിൽ ഞാൻ ഉടനെ പറഞ്ഞ് ഞാൻ പോകും, ഒറ്റക്കാണെങ്കിലും ഞാൻ പോകുമെന്ന് പറഞ്ഞു. എന്താ കാര്യം, അമ്മ കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് സംഭവം. അമ്മ കൃപാസന മാതാവാണ്, ഗർഭിണിയായ മാതാവാണ് കൃപാസന മാതാവ് എന്ന് പറയണത്. ഈശോയുടെ ഉള്ളിൽ അത് വാഗ്ദാന പേടകം എന്ന് പറയും. വാഗ്ദാന പേടകം ഈശോയെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ചിട്ടുള്ള അമ്മയാണ് വാഗ്ദാന പേടകം. അപ്പം ഈ വാഗ്ദാന പേടകമായ അമ്മയാണ് ഉടമ്പടി മാതാവ്. അപ്പോൾ എന്നോട് എന്താ പറയണത്, ജോസഫേ നിൻ്റെ കൂടെ ഉടമ്പടി മാതാവ് കൂടെ ഉണ്ടാകും. അപ്പം ഇനി എന്തെങ്കിലും പേടിക്കേണ്ടത്, ഏത് വിമാനത്താവളത്തിലും ഏത് കമ്പ്യൂട്ടറിലും ഉണ്ടാകും. അപ്പോൾ ഞാൻ പറയും തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയകുമാറിന് വിസ കിട്ടുമെന്ന്. അതാണ് എൻ്റെ ഇൻഫറൻസ്, അല്ല ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ല. എനിക്ക് പോകാൻ അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സനുസരിച്ച് വിജയകുമാറും കൂടെ വരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തെ ഞാൻ ആണ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്, വളർത്തി ഇന്ന് അദ്ദേഹം നല്ല ധ്യാനഗുരുവായിട്ട് മാറിയത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എൻ്റെ സുവിശേഷ വേലകളിൽ ഈ റൈറ്റ് പാർട്ട്ണറായിട്ടുള്ളത് വിജയകുമാറും ജോമോളും ഒക്കെയാണ്. ഞാനാണ് ഈ ശുശ്രൂഷയിലേക്ക് വളർത്തിയെടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അത് കൃപാസനത്തിൻ്റെ ആധ്യാത്മികത അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് കൃപാസനത്തിൻ്റെ ആധ്യാത്മികത മരിയൻ ആധ്യാത്മികതയുടെ ഉടമ്പടി വേർഷനല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് അടുത്ത വചനങ്ങളിലേക്ക് അവർക്ക് സപ്പോർട്ടീവായിട്ട് സംസാരിക്കാൻ അവർക്ക് കഴിയും. അതത് ശുശ്രൂഷയുടെ ഒരു പങ്കാളിത്തമാണ്. നോക്കിയേ, ഈ വചനത്തിൻ്റെ പോക്ക് കണ്ടില്ലേ കൃത്യമായിട്ട്. പക്ഷേ ഞങ്ങൾ പോകുന്ന ദിവസം 9 മണിക്കാണ് വിസ റെഡിയായത്. അത്രയും നേരം ടെൻഷനാണ്. അത്രയും നേരം ടെൻഷനല്ല, അത്രയും നേരം പ്രാർത്ഥന. ടെൻഷൻ്റെ ടൈം എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാനുള്ള ഇടമെന്നാണ് നടത്താം. അല്ലാതെ ടെൻഷൻ അടിച്ച് ദൈവം നമ്മളൊന്നും കൊല്ലത്തില്ല.
ടെൻഷൻ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ, ഇത് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് എന്ന് നമ്മളോട് പരിശുദ്ധാത്മാവ് ടെൻഷനിലൂടെ പറഞ്ഞു. പക്ഷെ അതൊക്കെ വിവേചനപരം വേണം അറിയാൻ. അല്ലാതെ കിടന്ന് കൈയും കാലിട്ട് അടിക്കുകയല്ലേ വേണ്ടത്. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ത്രില്ലടിക്കണ അടിപൊളി ജീവിതമാണ്. നിങ്ങൾക്കും അതുപോലുള്ള അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു വചനം കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് സങ്കീർത്തനം 94:19. എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ 94:19 എന്താ പറയുക? എന്റെ ഹൃദയത്തിന്റെ ആകുലത വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷഭരിതനാക്കുന്നു. ഇതിനോട് ബന്ധപ്പെട്ട വചനമാണ് ഐസയ 50:4 പറയണത്. പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്. ഐസയ 50:4 എന്താണ്? പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. അതായത് ഈ വാക്ക് നമ്മളെ അഭ്യസിപ്പിക്കുകയാണ് ദൈവം. എങ്ങനെ? ശിഷ്യനെ എന്ന പോലെയാണ് അഭ്യസിപ്പിക്കണേ. അപ്പം അത് മറന്നു പോകരുത്. അപ്പം നിന്നെ ഒരു വിശ്വാസിയുടെ നിലവാരത്തിൽ നിന്ന് ശിഷ്യന്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് ടെൻഷൻ ഉണ്ടാകുന്നത്. ഈ മഹാസംഭവത്തെ ഈ ചേച്ചി കൈകാര്യം ചെയ്യുന്ന രീതി കണ്ട എന്താ പറയുന്നത്? ഞാൻ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലി അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ ജോലി തരാൻ. നീ ആ പഴയ നിന്നെ ആ കപ്പലിൽ കയറ്റിയ ആളെ വിളിക്കാൻ പറയും. ഉടനെ ഈ കപ്പലിൽ കയറ്റിയ ആൾ പുറത്ത് നിൽക്കണില്ല. അയാളെ വിളിച്ചു പറഞ്ഞ സാറേ ഇവിടെ എനിക്കൊന്നും ചെയ്യിക്കണില്ല, എല്ലാം ഹിന്ദിക്കാരാണ്, എന്നെ എഞ്ചിൻ പോലും എനിക്ക് വർക്കിന് സഹകരണം കിട്ടണില്ല, എന്നെ അവർക്ക് അല്പം തെറ്റുമ്പോൾ അവരെൻ്റെ കഴുത്തേക്ക് കയറിയിട്ട് ഹിന്ദിയിൽ തെറി വിളിക്കണം, എനിക്കിവിടെ നിൽക്കക്കളിയില്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. ഉടനെ ഈ ആദ്യം കയറ്റിയ ആൾ അവനോട് പറയും 300 കിലോമീറ്റർ അകലെ, ഗുജറാത്തിൽ നിന്ന് 300 കിലോമീറ്റർ അകലെ വേറെ ഒരു കപ്പൽ വന്നിട്ടുണ്ട്. ഇവന് 300 കിലോമീറ്റർ അവിടെ നമ്മൾ ഇവിടെ കൂടി കേരളത്തിൽ പോണ പോലെ പോകാൻ പറ്റുക? ഒറ്റയ്ക്കേ ഉള്ളൂ പാവപ്പെട്ടവൻ. അപ്പോഴും അമ്മയോട് പറയും അമ്മയെ 300 കിലോമീറ്റർ അകലൊരു കപ്പൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഞാനെങ്ങനെ പോകും? ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് സ്ഥലവും അറിയാൻ പാടില്ല, ഭാഷ്യം അറിയാൻ പാടില്ലെന്ന് പറയുമ്പോൾ അമ്മ പറയും നിൻ്റെ കയ്യിൽ കാശ് രൂപയല്ലേ, സഞ്ചാരി മാതാവ്, അമ്മ കൂടെ വരുമെന്ന് പറയും. അപ്പോൾ ഇവന് ഉറപ്പാവും. കാര്യം എന്താണ്? ഇത് അഷ്വറൻസിലുള്ളതാ, കൂടെ വരുമെന്ന്. ഉടമ്പടിയിലുള്ളതല്ലേ. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. ഏത് 300 കിലോമീറ്റർ അല്ലെങ്കിൽ കപ്പലിലായാലും ചന്ദ്രനിലായാലും നമുക്ക് തന്നെ അഷ്വറൻസ് എന്താണ്? 33:14 ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ് പ്രഭാതന പുസ്തകം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പറഞ്ഞ കർത്താവ് എന്നോട് പറഞ്ഞു ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. കൈയടിച്ച് കർത്താവ് ഒറ്റക്ക് സഞ്ചാരി മാതാവിനെ കൊണ്ട് പ്രാർത്ഥിച്ച് 300 കിലോമീറ്റർ അകലെ ഉള്ള തുറമുഖത്തേക്ക് പോകും. അവിടെ തുറമുഖം ചെല്ലുമ്പോൾ ഈ ആൾ വിളിച്ച് സെറ്റ് ചെയ്തിട്ട് ഈ 300 കിലോമീറ്റർ അകലെ കിടക്കുന്ന കപ്പലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ആൾ ഇറങ്ങി വന്ന് ഇവനെ കൂട്ടിക്കൊണ്ട് കപ്പലിലോട്ട് പോകും. കപ്പലിലോട്ട് പോകുമ്പോഴുണ്ട് അവിടെ എല്ലാവരും ഹിന്ദിക്കാരാണ്, 3 മലയാളികളേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും ഇവനോട് ഭയങ്കര സ്നേഹം. കാലാവസ്ഥ പെട്ടെന്ന് മാറ്റും ദൈവം. നമുക്കറിയാമില്ല, അപരിചിതനായാലും വിദൂരസ്ഥരായാലും സമീപസ്ഥരാക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ചൈതന്യം. ടേക്ക് ദ ബെഡ് ഓഫ് വിദൂരസ്ഥ സമീപസ്ഥർ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി ആരാധന ആരാധന. എഫേസ്യോസ് 2:17 വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാല് ക്രിസ്തുവിലായിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ വിദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒക്കെ അയൽവാസികളാക്കി മാറ്റുന്നതാണ് ക്രിസ്തു എല്ലാമാണെന്നില്ലേ. അതാണ് പൗലോസ് പറയുന്നത്. കൊളോസ്യസ് 3:11 Take the bed of God. Hallelujah. 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 Colossians 3:11 ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്.
പറഞ്ഞ ക്രിസ്തു എല്ലാമാണ്, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താ ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണെന്ന് കൊളോസ്യസ് 3:11 പറയണത്? ദാറ്റ് മീൻസ് ക്രിസ്തു എല്ലാവരിലുമാണ്. അതിൻ്റെ അകത്ത് എന്താണ്? പാഴ്സീസ് ഉണ്ട്, ഗുജറാത്തീസ് ഉണ്ട്, മലയാളീസ് ഉണ്ട്. ക്രിസ്തു എല്ലാവരിലുമാണ്. എല്ലാവരിലും ക്രിസ്തു വന്നു കഴിയുമ്പോൾ എന്നാ സംഭവിക്കും? നമ്മൾ ക്രിസ്തുവിനെ ചിലപ്പോൾ ഒരാളായിരിക്കും വിളിക്കണത്, ഒരാളായിരിക്കും. അപ്പോൾ എന്താ കാര്യം? നമുക്കൊരു ആവശ്യം വന്നോ, നിങ്ങൾക്ക് ആവശ്യപ്പെട്ട സമയത്ത് ആവശ്യപ്പെട്ട വിഷയത്തിൻ്റെ മേലെ ക്രിസ്തുവിന് ഇടപെടാൻ കഴിയുന്നതാണ്, ആവശ്യമുള്ളതുപോലെ ഇടപെടാൻ കഴിയുന്നതാണ് ക്രിസ്തു എല്ലാമാണെന്ന് പറയാൻ കാരണം. ഭയങ്കര വാക്കാണ് ക്രിസ്തു എല്ലാം. കൊളോസ്യസ് 3:11. നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഓരോരുത്തർക്കും ഓരോ ആവശ്യമല്ലേ, ഓരോരുത്തർക്കും ഓരോ സാഹചര്യവും ആവശ്യപ്പെട്ട സമയത്ത് ആവശ്യമുള്ളതുപോലെ സംലഭ്യമാക്കാൻ കഴിയുന്നതാണ് ക്രിസ്തുവിൻ്റെ ചൈതന്യം. അതെല്ലാവരുമാണ്, എല്ലാമാണ്, എല്ലാവരിലുമാണ്. എന്താ കാരണം? അതുകൊണ്ട് അങ്ങനെ ഒരു വിഭാവനയാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് ദൈവപിതാവ് ചിന്തിച്ചത്. കൈയ്യടിച്ച് കർത്താവിനെ. അതായത് ഇനി വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെയാണ് വചനം ഗ്രഹിക്കേണ്ടത്. വചനത്തെ നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ വചനം നിങ്ങളുടെ അടുക്കിലേക്ക് വരത്തില്ല. നിങ്ങളവർക്ക് ഇത് കഴിയുമ്പോൾ വേറെ എന്തോ സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കരുത്. ഇതാണ് സംഭവിക്കേണ്ടത്. ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നതാണ് സംഭവിക്കേണ്ടത്. ഇപ്പം ഇവൻ്റെ സംഭവം തന്നെ എന്താണ്? അതിൻ്റെ അകത്ത് ഒരു മലയാളിക്ക് ഇവനോട് വല്ലാത്ത സ്നേഹം. അവൻ ദൈവസ്നേഹമുള്ളവനാണ്. അവൻ ഞായറാഴ്ച കൊണ്ടുപോയിട്ട് ക്യാബിനിൽ കൊണ്ടുപോയിട്ട് ഇൻ്റർനെറ്റ് എടുത്തിട്ട് മുട്ടയിൽ നിന്ന് കുർബാന കാണുന്നവനാണ് ഓൺലൈനിൽ. കണ്ട കാര്യങ്ങൾ പോകണ്ടല്ലേ? ആ മലയാളി ഇവനേക്കാൾ ഭക്തനാണ്, കർത്താവുമായിട്ട് ബന്ധമുള്ളവനാണ്. അവൻ ഞായറാഴ്ച ഈ കടലിൽ ഞായറാഴ്ച തിങ്കളാഴ്ച ഒന്നും അറിയത്തില്ലല്ല. അപ്പോൾ ഞായറാഴ്ച പോയിട്ട് അവൻ്റെ ക്യാബിനിൽ പോയിട്ട് ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ട് ഓൺലൈനിൽ മുട്ടയിൽ നിന്ന് കുർബാന കാണുന്നവനാണ്. ഓക്കെ, അതായത് ക്രിസ്തു ഒരു വ്യക്തികളിൽ ജീവിക്കുമ്പോൾ ദൈവം നിങ്ങളെ കൊണ്ട് എത്തിക്കണ തുറമുഖം കണ്ടില്ലേ? ആ സാധു എന്താ പറഞ്ഞത്? എനിക്ക് 300 കിലോമീറ്റർ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടേ. അപ്പോൾ അവൻ്റെ പ്രശ്നം അവൻ ഉടനെ സങ്കടപ്പെട്ട് പറയുമ്പോൾ ആ സങ്കടത്തിന് എന്ത് സുന്ദരമായ ഒരു പരിഹാരമാണ് ഉണ്ടായിരിക്കുന്നത്. അവന് ശമ്പളം കൂടി, നല്ല ക്രൂസിനെ കിട്ടി, ദൈവവിശ്വാസമുള്ളവരെ കിട്ടി, എല്ലാം സകല വാഗ്ദാനങ്ങളുമാണ്. എന്തെല്ലാം വാഗ്ദാനങ്ങൾ മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഇതിനകത്തുള്ളതാണ്. ഐ വിൽ റീഇൻസ്റ്റേറ്റ് യു എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം നമ്മൾ എവിടെ നിന്നാണ് ഇപ്പം 2 കൊറിന്തോസ് 1:20 സകല വാഗ്ദാനങ്ങൾ. 2 കൊറിന്തോസ് 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞു ഇടിമുഴക്കം പോലെ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അപ്പൊ ക്രിസ്തുവിൽ നോ ഇല്ലെന്ന് മനസ്സിലായില്ലേ? ക്രിസ്തുവിൽ എന്താണെന്ന്? ക്രിസ്തുവിൽ അതേ ഉള്ളൂ. ക്രിസ്തുവിൽ നോ ഇല്ല. ക്രിസ്തുവിൻ നോ ഇല്ലാത്തത് കൊണ്ടാണ് അമ്മ രക്ഷപ്പെട്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെ. അല്ലേ? അപ്പൊ ക്രിസ്തുവിൽ യേശേ ഉള്ളൂ, നോ ഇല്ല. ഉറപ്പല്ലേ? അതുകൊണ്ട് നോ പറഞ്ഞെങ്കിലും അത് സിറ്റുവേഷൻസിൻ്റെ സീരിയസ്നെസ് അമ്മ മനസ്സിലാക്കി. എനിക്ക് കാനായിലെ കല്യാണത്തിൽ അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ? നോ എന്നാണല്ല പറഞ്ഞത് അമ്മ. അവർക്ക് വീഞ്ഞ് ഇല്ല, നോ അല്ലേ? അവർക്കില്ല. അപ്പം അമ്മയുടെ ഈശോ എന്താ പറയണത്? എനിക്ക് നിനക്കും എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ. അപ്പോൾ ഇല്ലാത്തതിൻ്റെ പ്രോബ്ലം ഉണ്ട്. പക്ഷേ അമ്മയ്ക്കത് മനസ്സിലാവും. അമ്മയാണ് ക്രിസ്തുവിനെ ആദ്യം മനസ്സിലാക്കിയത്. ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ക്രിസ്തുവിൽ നോ ഇല്ലെന്ന് അമ്മയ്ക്കറിയാം. എന്താ കാര്യം? എത്രയോ വർഷം അമ്മയാണ് ആദ്യം മനസ്സിലാക്കിയത്. സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. യേശു മാത്രമേ ഉള്ളൂ, നോ ഇല്ലെന്ന് അമ്മയാണ് ആദ്യം മനസ്സിലാക്കിയത്. അതുകൊണ്ട് അമ്മയുടെ സ്റ്റാൻഡിലങ്ങ് നിൽക്കുകയാണ്. നിന്നപ്പോൾ എന്താണ്? യേശു വരാൻ തുടങ്ങി. കാര്യമുണ്ടാ? ക്രിസ്തുവിന് അങ്ങനെ നോ പറയാൻ പറ്റത്തില്ല. നിൻ്റെ ജോലി, വീട്, വിവാഹം, നിൻ്റെ കുഞ്ഞു കാര്യമായാലും ശരി, ക്രിസ്തുവിന് നോ പറയാൻ പറ്റത്തില്ല. കാര്യം സകല വാഗ്ദാനങ്ങളുമാണ്. ഇതൊക്കെ ക്രിസ്തുവിനോട് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഒരു ദിവസം ഒരു ചേച്ചിയുടെ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവരുടെ 1 മാസമായിട്ട് ബ്ലീഡിങ്ങാണ്. ഈ ബ്ലീഡിങ്ങൊക്കെ എങ്ങനെയാണ് ക്രിസ്തുവിനോട് പറയണമെന്നുള്ളതാണ് അവർക്ക് അത്ര ക്രിസ്തുവിനെ കുറിച്ച് അറിയത്തുള്ളൂ. ഇതൊക്കെ എങ്ങനെ പറയും? 1 മാസമായിട്ട് ബ്ലീഡിങ് മാറണില്ല. ഇവർക്കാണെങ്കിൽ ഭയങ്കര ചമ്മൽ. വീട്ടിൽ പറയാനും പ്രശ്നം. വീട്ടിൽ പറഞ്ഞാൽ ആശുപത്രി പറഞ്ഞാൽ പിന്നെ യൂട്രസ് ഓപ്പറേഷൻ പറയും. ഇവർക്ക് ഇതൊക്കെ പേടിയാണ്. അതാണ് പ്രശ്നം. വീട്ടിൽ പറയാത്ത കാര്യം ഇവർക്ക് യൂട്രസ് ഓപ്പറേഷൻ പറയും. യൂട്രസ് ഇറങ്ങി പറഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ബ്ലീഡിങ് നിൽക്കാത്തത്. പക്ഷേ ഉടമ്പടി എടുത്ത് തൈലം തേച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഇങ്ങനെ ഹെയർ ബ്രേക്ക് ഇട്ട പോലെ ഈ ബ്ലീഡിങ് നിൽക്കും. സാക്ഷ്യം യൂട്യൂബിൽ കിടപ്പുണ്ട്, നോക്കിയാൽ മതി. സകല വാഗ്ദാനങ്ങളും
നിന്റെ രക്തസ്രാവം, നിൽക്കാത്ത രക്തസ്രാവം പോലും ക്രിസ്തുവിൽ അതേ തന്നെയാണ്. കൈയിട്ടിച്ച് കർത്താവേ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ വാഗ്ദാനങ്ങളുടെ അവകാശികളാക്കി മാറ്റണമേ. ഇതിന് വരുന്ന വിഷയം എന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ 2 കൊരിന്ത്യർ 1:20 ഏറ്റു പറഞ്ഞ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണ് എന്ന് വെച്ചാൽ ദൈവ പൈതലെ നിന്നോടും എന്നോടും വചനം എന്താണ് പറയണത്? ക്രിസ്തുവിനോട് എന്തും ചോദിക്കാൻ. കൈയിട്ടിച്ച് കർത്താവേ. ഇപ്പൊ നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ? എങ്ങനെയാണ് ഹിന്ദിക്കാരന് ഈ പയ്യനെ കൊണ്ട് ഹിന്ദി കപ്പലിലേക്ക് കയറ്റിയത്? സാക്ഷ്യത്തില്. അതായത് നിങ്ങൾ അറിയാത്തപ്പം, അവനറിയത്തില്ലല്ലോ, 300 കിലോമീറ്റർ അകലെ ഈ കപ്പലിന് വേറൊരു കപ്പൽ കിടക്കുന്നുണ്ട്, അവിടെയാണ് ഇവൻ്റെ ചോറെന്നുള്ളത് ഇവനെ അറിയത്തില്ല. അതാണ് പറയുന്നത്, നിങ്ങൾ അറിയാത്തപ്പം എനിക്കുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്നയെക്കുറിച്ച് പറഞ്ഞതും ഒന്ന് വായിച്ചേ. മന്ന വായിച്ചേ, ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. പുറപ്പാട് 16, 14, 15 തിരുവചനങ്ങൾ. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. പ്ലീസ്, ഇതിന് ഇവർക്ക് മനസ്സിലായില്ല. മന്നു എന്ന് പറഞ്ഞ് ഇവർ നടക്കും. എന്താണ് അവർക്ക് അറിയത്തില്ലല്ലോ. അതാണ് അറിയാത്ത അപ്പം എന്ന് പറയുന്നത്. മന്ന എന്ന് പറഞ്ഞാൽ അവിടെ ഭാഷ വിളിക്കണം, മന്ന. പക്ഷേ എന്താണെന്ന് ഇതെന്താ എപ്പോഴാണ് സംഭവിക്കുന്നത്? മഞ്ഞുരുകുമ്പോഴാണ്. രാത്രി ഇരുട്ടും മഞ്ഞും ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. കുറച്ച് കഴിയുമ്പോൾ കർത്താവ് നിനക്ക് അപ്പം തരുമ്പോൾ നിൻ്റെ ജീവിതത്തിലെ മഞ്ഞുരുകിപ്പോവും. മഞ്ഞുരുകിട്ടത് കാണും. കണ്ണീരിൻ്റെ കാലം അങ്ങോട്ട് ഉരുകി മാറും. കണ്ണീരിൻ്റെ കാലം, ജോലിയില്ലാത്ത കാലം, ആരോഗ്യമില്ലാത്ത എന്തൊക്കെ രോഗിയായിരുന്ന കാലം, ഈ മഞ്ഞ് ഉരുകിപ്പോവും. എല്ലാ മഞ്ഞും ഉരുകാനുള്ളതാണ്. എല്ലാ സങ്കടങ്ങളും കർത്താവിന് ഉരുക്കാനുള്ളതാണ്, ഉരുക്കി കളയാനുള്ളതാണ്. കൈയടിച്ച് കർത്താൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓരോ വിഷമതകൾ വരുമ്പോഴും നീ പറയണം, ഞാൻ ഉടമ്പടി എടുത്തതാണ്, ഈ മഞ്ഞ് ഉരുകി മാറും. അപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മന്ന, എൻ്റെ ആഹാരം ഞാൻ കണ്ടെത്തും. ഒന്ന് പറഞ്ഞേ, ഈ മഞ്ഞ് ഉരുകി മാറും. ഈ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അപ്പം ഞാൻ കണ്ടെത്തും. ശ്രുതികടെ ഇവിടെ എടുത്തിട്ടുള്ള എല്ലാവർക്കും ഒരു മഞ്ഞുരുക്കത്തിന് വേണ്ടി കാത്തിരിക്കാം. തീർച്ചയല്ലേ? ഇന്നലെ ഒരു അക്രൈസ്തവ സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞു. അവളുടെ കുഞ്ഞിന് പനിയാണ്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ പനി 100, 102, 103 കിടക്കുകയാണ്. പക്ഷെ കൊച്ചു വേർക്കണില്ല, പനിയുണ്ട്. പാരസെറ്റമോളും അതുപോലെ തന്നെ അവർ നേഴ്സായതുകൊണ്ട് മെഡിക്കലായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പാരസെറ്റമോളും അതുപോലെ തന്നെ ബ്രൂഫന ഇതൊക്കെ അവർ ഡോക്ടർ പറയണത് ഇത് ഓവർ ഡോസായെന്ന് തോന്നണമെന്ന് പറഞ്ഞു. കാര്യം പനി മാറുന്നില്ലല്ലോ, 17 ദിവസമായില്ലേ. അപ്പോൾ ഇത് കൊടുത്ത് ഓവർ ഡോസായത് കാരണം കരളിന് നീര് കെട്ടി. ഡോക്ടർ അങ്ങനെയാണ് പറയണത്. ചിലപ്പോഴിതിൻ്റെ ഡോസ് ഓവറായത് കാരണം ലിവർ സ്വെല്ലിങ് ആയതായിരിക്കും എന്ന് പറഞ്ഞ്. അതുകൊണ്ട് സ്വെല്ലിങ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ലിവർ നീര് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പനി ഒരിക്കലും മാറത്തില്ല. എന്നിട്ട് ഇങ്ങനെ 17 ദിവസം മറ്റ് സ്കാനിങ് റിപ്പോർട്ടൊക്കെ എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇത് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ദഹിക്കാത്ത വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. പ്രോട്ടീൻ ദഹിക്കാത്ത അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ എൻസൈം, അതിൻ്റെ ഇല്ലായ്മ, അത് കാരണം എൻസൈം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എക്സ്ട്രാ എൻസൈം കൊടുക്കുന്നത്, ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങളൊക്കെ ഇന്നലെ നല്ലൊരു ദിവസമായിരുന്നു, ഇന്നലെ മെനയെന്ന് സാക്ഷ്യത്തിൻ്റെ. പക്ഷേ ഈ 17 ദിവസം പനി മാറാത്ത കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന് ഉടമ്പടി എടുത്ത്, ആദ്യം അവർ ഓൺലൈൻ ഉടമ്പടിക്ക് എടുത്തത്. ഓൺലൈൻ ഉടമ്പടി വെച്ച് കഴിഞ്ഞാൽ അന്തർദേശീയയുടെ ആൾക്കാർക്ക് ഇവിടെ വന്ന് ഹൈ എമർജൻസി വന്ന് ഇവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അമ്മ അത് ഹോണർ ചെയ്യുന്നുണ്ട് ശരിക്കും. പക്ഷേ ഇവർക്ക് ഇവിടെ എത്താൻ പറ്റുന്ന സമയത്ത് വന്ന് ഉടമ്പടി എടുത്തോളാമെന്ന് അമ്മയോട് പറഞ്ഞ് ഇവർ കൂട്ടുകാരത്തിൻ്റെ ഉടമ്പടി തൈലം വാങ്ങിച്ച് ആ കൂട്ടുകാരത്തിൽ കൊണ്ട് കൊടുത്തിട്ട് അത് കുഞ്ഞിനെ പെരട്ടും. കുഞ്ഞിനെ പെരട്ടി കഴിയുമ്പോൾ 17 ദിവസമായിട്ട് കുഞ്ഞ് പനിച്ച് കിടക്കുകയാണ്, വേർത്തിട്ടില്ല. ഇത് പെരട്ടി 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ
കാര്യം സത്യം പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിപ്പോയെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു ഉണർച്ച വന്നു. ഉണർച്ച വെച്ചാൽ ഇങ്ങനെ ഈ പനിയോട് അമ്മയ്ക്ക് മാനസികമായിട്ട് ഐക്യപ്പെട്ടെന്ന് തോന്നണം. ഇത് മാറത്തില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ. കാര്യം എപ്പോഴും കൈവച്ച് നോക്കണമല്ല. അപ്പോൾ ഒരിക്കലും 17 ദിവസമായിട്ട് ഇങ്ങനെ കൈവച്ച് നോക്കിയിട്ട് ഇന്ന് വരെ പനി മാറിയിട്ടില്ല, എപ്പോഴും ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം തന്നെ അമ്മ ഈ കൈവച്ച് നോക്കണ ഏർപ്പാട് നിർത്തി. അവർ കിടന്ന് കൊച്ചിൻ്റെ കൂടെ ഉറങ്ങുകയാണ്. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർക്ക് ഉണർച്ച വന്നപ്പോൾ അയ്യോ ഉടമ്പടിത്തായാലും തേച്ചാണല്ല, ഒന്ന് നോക്കിയേക്കാൾ കൊച്ചു വെട്ടി വേർതിരിക്കണം. അതായത് അമ്മ ഇത് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. സത്യമായിട്ടും ഇത് കൃപാസന അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുന്നവരെ സാക്ഷ്യത്തിന് ഒരു പഞ്ഞവുമില്ല, അത് എടുക്കണവരെ ഈ സമം പോകും. അതെന്താ അങ്ങനെ പറയാൻ കാരണം അറിയാമോ? കഴിഞ്ഞ ദിവസം ഒരു കോളേജ് പ്രൊഫസർ, മെനേന്ദ്ര കോളേജ് പ്രൊഫസർ, ചെറുപ്പക്കാരൻ ചുള്ളൻ, ഇവിടെ ഒന്ന് ഒരു സാക്ഷ്യം പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു സാക്ഷ്യം എന്ന് വെച്ചാൽ അങ്ങേര് അമ്മയോട് പറഞ്ഞു, അമ്മേ കല്യാണം കഴിച്ചിട്ടില്ല, പണിയില്ല. നോക്കി ഉള്ളതുപോലെ പറയണം. ദൈവത്തോടൊക്കെ പറയണം. അങ്ങനെയാണ് നമ്മുടെ സ്വന്തം പോലെ പറയണം. അതൊരു ദൈവസ്നേഹമാണ്, അതൊരു വിശ്വാസമാണ്. അല്ലാതെ നമ്മൾ ദൈവത്തോട് പറഞ്ഞ സാങ്കേതികമായിട്ടൊന്നും പറയാം, അമ്മേ കല്യാണം കഴിച്ചിട്ടില്ല, പെണ്ണ് കിട്ടത്തില്ല, ജോലിയില്ലെങ്കിൽ. അതാണ് പ്രശ്നം. ഉള്ളതുപോലെ. അപ്പോൾ ഉടനെ അവൻ ഉടമ്പടി എടുത്ത് ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ മൊബൈലിൽ അമ്മ ലിങ്ക് ഇട്ട് കൊടുത്തു. കോളേജിലേക്ക് ഇൻ്റർവ്യൂ വിളിച്ചിരിക്കുകയാണ്. ഉടനെ ഇവിടെ തന്നെ നേരെ കോളേജ് ഇൻ്റർവ്യൂവിന് പോയി. ആ കളമിസ്റ്റേറ്റ് സെൻറ്റ് പോൾസിൽ ചെന്നപ്പോൾ അവനെടുത്ത് അവിടെ പ്രൊഫസറുടെ അടുത്ത് ബിബോക്കിൽ പ്രൊഫസറായിട്ട് എടുത്ത്. അതൊരു പുതിയ കോഴ്സാണ്. അപ്പോൾ മാനേജർ പറഞ്ഞ് 8,000 രൂപയെ കിട്ടത്തുള്ളൂ കേട്ടോ, ഇത് പുതിയ കോഴ്സാണ്, ഇത് സ്വയാശ്രയം മോഡലിൽ ചെയ്യുന്നതാണ്, കുട്ടികളിൽ നിന്ന് പിരിച്ചു വേണ്ടി നിങ്ങൾക്ക് കാശ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ജോലിക്ക് കയറി. കാര്യം ജോലി കിട്ടിയ കയറണമല്ല, അവരെ മര്യാദയല്ലേ, ദൈവം തന്നതല്ലേ, ഇവിടെ വെച്ച് അമ്മയുടെ മണ്ണി വെച്ച് വന്ന വിളിയല്ലേ, അപ്പം അമ്മ കൊടുത്തായിരിക്കുമല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് 8,000 രൂപ അവന് പ്രശ്നമില്ല. എന്നിട്ട് അമ്മയുടെ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു, ഞാൻ അമ്മ 1 കൊല്ലം നിൽക്കത്തുള്ളൂ കേട്ടാ, അതാണ് ഞാൻ 1 കൊല്ലം, എനിക്ക് 1 കൊല്ലം 8,000 രൂപ അമ്മ തന്ന ജോലി ആയതുകൊണ്ട് കയറണം, എനിക്കൊരു 40 രൂപയെങ്കിലും തരണം, അല്ലെങ്കിൽ എനിക്ക് ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മാനേജർ വിളിച്ച് ഈ ബിബോക്കുകാരെ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞ് ഒരു എമൗണ്ട്, ഒരു ബൾക്ക് എമൗണ്ട് കേന്ദ്രത്തിൽ നിന്ന്, കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ശമ്പളം കൂട്ടുകയാണ് 43,000 രൂപയെന്ന്. എന്നെ നമ്മൾ എവിടെ ജീവിക്കണമെന്ന് പോലും അറിയാൻ പറ്റില്ല. അതായത് ഒരു വ്യക്തിയുടെ സ്വകാര്യ വിഷയങ്ങൾ അതിൻ്റെ മുഴുവൻ വെയിറ്റിങ്ങിനെ തൂക്കിയെടുത്തിട്ട് ആനുപാതികമായിട്ടാണ് ഹെൽപ്പ് ചെയ്യണത്. ആ പ്രൊഫസർ അമ്മയുമായിട്ട് വളരെ കമ്പനിയാണ്, ഭയങ്കര അടുപ്പമാണ്. അപ്പോൾ രാത്രി കിടന്നപ്പോൾ ഒരു സ്വപ്നം കണ്ട്. സ്വപ്നം ഇതാണ്, കൃപാസന മാതാവിൻ്റെ യഥാർത്ഥ കൃപാസന, ഇത് വിമലഹൃദയമാണ്. സഭ കൃപാസന മാതാവ് എന്ന് പറയുന്നത് ക്ലോക്കാണ്. ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ ക്ലോക്ക്. അത് സഭ അംഗീകരിക്കാനാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മൾ ചെല്ലണത്. അംഗീകരിക്കണ വരെ നമ്മൾ ചെല്ലുകയോ അതുവരെ അമ്മ അടയാളം കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ ഈ പ്രൊഫസർ കിടന്നുറങ്ങിയപ്പോൾ വത്തിക്കാൻ്റെ പ്രധാന അൾത്താരയിൽ മുകളിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ കൃപാസന മാതാവ്, താഴെ മാർപ്പാപ്പ നിന്ന് കുർബാന അർപ്പിക്കുന്നത്. ഇത് ഒരു രാത്രിയിൽ ആ മനുഷ്യൻ കണ്ടൊരു സ്വപ്നമാണിത്. നമ്മൾ സ്വപ്നം കാണത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം, ഭർത്താവും ഭാര്യയും ഒരേ സ്വപ്നം കണ്ടിരിക്കുന്നു. അതെങ്ങനെയാണ് സാധിക്കണത്? ഭർത്താവ് കിടന്നുറങ്ങണം, ഭാര്യ കിടന്നുറങ്ങണം, ഇവർ രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ടിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ പാരലായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്വപ്നത്തിന്. നമുക്കിതൊന്നും വിശദീകരിക്കാൻ പറ്റണില്ല. ആ സാക്ഷ്യങ്ങളൊന്നും കേട്ടേ, ഭർത്താവും ഭാര്യയും ഒരേ ദിവസം ഒരേ രാത്രി ഒരേ സമയം ഒരേ സ്വപ്നം കണ്ടിരിക്കണം. ഇതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോവുകയാണ്. ദൈവം കൽപ്പിച്ചു കൂട്ടി ഇറങ്ങി തൻ്റെ ജനങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന അതിശാസ്ത്രീയമായ ഒരു കാലം. ശ്രദ്ധിക്കട്ടെ. അപ്പോൾ എല്ലാം നിൻ്റെ സ്വപ്നങ്ങളും നിൻ്റെ ആവശ്യങ്ങളും എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. മഞ്ഞുരുകുമ്പോൾ മഞ്ഞ കാണാം. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെളിപാട്, അല്ലേ? അതിപ്പോൾ ഈശോ തന്നതാണ്. മഞ്ഞുരുകുമ്പോൾ നിൻ്റെ മഞ്ഞ് ഞാൻ ഒരുക്കും, അപ്പോൾ നീ മഞ്ഞ കാണും. അതാണ് കോളേജ് പ്രൊഫസർ സംഭവിച്ചത്. ഈ മഞ്ഞയാണ് കലശത്തിലെ കൃപാസനത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത്. എന്നുവെച്ചാൽ നിൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നം കർത്താവ് വാഗ്ദാന പേടകത്തിൻ്റെ ഒരു പ്രൊവിഷനാക്കി, സാധ്യതയാക്കി മാറ്റിയിരിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ. ഇനി രണ്ടാമത് സംഭവം ഉടമ്പടി പ്രകാരം വാഗ്ദാന പേടകത്തിലുണ്ട്. അതെന്താണെന്ന് നോക്കാം. അതെന്താണ്? അത് ഹെബ്രായർ 9:14 എടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും അഹറോന്റെ തളിർത്ത വടിയും. രണ്ടാമത്തെ സംഭവം എന്താണ്?
അഹ്റോന്റെ തളർത്ത വടി. അതെന്താ സംഭവിച്ചത്? അഹ്റോന്റെ തളർത്ത വടിയുടെ ഓൾഡ് ടെസ്റ്റമെന്റ് റെഫറൻസ് എടുത്ത് അഹ്റോന്റെ വടി എങ്ങനെയാണ് തളർത്തതെന്ന് കാണാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സംഖ്യ 17:7-8 തിരുവചനങ്ങൾ. സംഖ്യ 17:7-8. സാക്ഷി കൂടാരത്തിൽ സാക്ഷി കൂടാരത്തിൽ കർത്താവിന്റെ മുമ്പിൽ മോശ വടികൾ വെച്ചു. പിറ്റേ ദിവസം മോശ സാക്ഷ്യ കൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹ്റോന്റെ വടി മുള പൊട്ടി പൂത്ത് തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. അഹ്റോന്റെ പൗരോഹിത്യത്തെ കുറിച്ച് സംശയം വന്നപ്പോഴേ മോസസിന്റെ ഭാര്യ കലാപക്കുഴ ഉയർത്തി അഹ്റോൻ പുരോഹിതനല്ല, അയാളുടെ പോലെ കഴിവ് എനിക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ വനിതാ പൗരോഹിത്യത്തിന് വേണ്ടി മോസസിന്റെ ഭാര്യ കലാപക്കുഴ ഉയർത്തി. പക്ഷേ എന്താ പറഞ്ഞാൽ ആ കാലങ്ങളിൽ തന്നെ അഹ്റോന് കൊടുത്തിരുന്നത് വരവാണ്, പൗരോഹിത്യ വരമാണ്. ആ ലേവ്യ ഗോത്രത്തിലുള്ളതാണ്. അപ്പോൾ ആ വരം ദൈവം തിരിച്ചെടുത്തില്ല. അപ്പോൾ മോസസ് വൈഫിനെ തള്ളിക്കളയരുത്, കുടുംബകലകം ഉണ്ടാവും അല്ലേ. അമ്മായിയപ്പൻ ജത്രോയൊക്കെ കാല് വാരുകയാണെങ്കിൽ പിന്നെ പണിയായിരിക്കും. അപ്പോൾ അമ്മായിയപ്പനെ ഒപ്പിക്കണം, വൈഫിനെ ഒപ്പിക്കണം, മാനുഷികമായ കുറേ ഒപ്പിക്കലിന് വന്നപ്പോൾ മോസസ് ഉപ്പുപ്പം കളത്തിലായി. അയാൾ പറഞ്ഞു, ഞാനായിട്ട് മറുപടി പറഞ്ഞില്ല അല്ലേ, ഞാൻ പറഞ്ഞ വാപ്പ ഉമ്മനെ തല്ലും അല്ലെങ്കിൽ പട്ടികളത്തെ തിന്നുമെന്ന് പറഞ്ഞാൽ ഉപ്പുപ്പം കളത്തിലായി. അപ്പോൾ മോസസ് പറഞ്ഞു, ഒരു ശരി, കർത്താവ് തീരുമാനിക്കട്ടെ. കർത്താവ് അല്ലെങ്കിൽ വേറെ എന്തിനാണ് അമ്മായിയപ്പൻ്റെ കൈ മേടിക്കണത്, വേറെ എന്തിനാണ് വൈഫിൻ്റെ വായിരിക്കണ കേൾക്കണത്? അതുകൊണ്ട് മോസസ് പറഞ്ഞു, കർത്താവേ ഈ വിഷയത്തിൽ ഇടപെടണം, ഇതെൻ്റെ കുടുംബ പ്രശ്നമാണ്, കാര്യം എൻ്റെ വൈഫ് മുറ്റാണ്, എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അഹ്റോന് പൗരോഹിത്യം നീയല്ലേ കൊടുത്തത്, അപ്പോൾ നീയാണ് കൊടുത്തതെങ്കിൽ നീ അത് തെളിയിക്കണമെന്ന് പറയും. അപ്പോൾ സാക്ഷി കൂടാരത്തേക്ക് വിളിച്ചിട്ട് പറയും, മോസസ് പറഞ്ഞു, നീ കുറേ കരിഞ്ഞ വടി അങ്ങോട്ട് വെക്കാൻ പറഞ്ഞു. ഉണങ്ങിയ വടിയൊക്കെ പെറുക്കി കൊണ്ടുവന്ന് 12 വടി വെച്ച്, എന്നിട്ട് രാവിലെ ഏത് വടിയാണ് തളർക്കണത് അതാണ് കർത്താവിൻ്റെ അടയാളം എന്ന് പറഞ്ഞപ്പോൾ അഹ്റോൻ്റെ ആ ഉണക്ക വടി കർത്താവ് തൊട്ട്, അത് പൂത്ത് ബദാം കായ്ച്ച് കിടന്ന് കൈയിടിച്ച് കർത്താവ്. അപ്പോൾ ഈ അഹ്റോൻ്റെ ഉണങ്ങിയ കമ്പ് പല ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസം അതാണ്. പല ആൾക്കാരുടെ ഉണങ്ങിയ കമ്പ് ബദാം കായ്ക്കും. അതാണ് ഈ പച്ചത്തിരി എന്ന് പറയണത്. ഞാൻ ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പച്ച എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ തൈക്കാട്ടുശ്ശേരി ഇരുന്നാണ് ഉടമ്പടി പുസ്തകം എഴുതിയത്, ആദ്യത്തെ ഉടമ്പടി പുസ്തകം എഴുതുന്നത്. അപ്പോഴമ്മ ഈ പച്ച എന്ന് പറയുന്നുണ്ട്, തിരി പച്ച. അയ്യോ, എനിക്ക് എൻ്റെ ബിഷപ്പിനോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു ഇതുപോലെ. അപ്പോൾ പിതാ പറഞ്ഞ് ഇങ്ങനെ പച്ച നീരയൊക്കെ വെക്കേണ്ട കാര്യമുണ്ട്, വെള്ളത്തിരി കത്തിച്ചാൽ പോരെ. അപ്പോൾ ഞാൻ പറഞ്ഞു, വെള്ളത്തിരി പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ കത്തിക്കുന്നുണ്ടല്ലോ, ഉടമ്പടി തിരിവായിട്ട് അത് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും? അപ്പോൾ അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇതിന് ഉടമ്പടിയുടെ ഇംപ്ലിക്കേഷൻസാണ് ഉള്ളതെന്ന് പിതാവിനോട് ഞാൻ പറയുന്നു. പിതാവ് അപ്പം ഏറെക്കുറെ എന്നെ ഒരിക്കലും അറസ്റ്റ് ചെയ്തിട്ടില്ല പിതാവ്. അപ്പോൾ അത് പിതാവ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ രീതിയിൽ. അപ്പോൾ എന്താ സംഭവിച്ചത്? പച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടിയുടെ ഒരു വാഗ്ദാനത്തിൻ്റെ കളറാണ് പച്ച. ഈ കരിഞ്ഞ് കിടന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഒരു സാക്ഷി നിങ്ങൾ കേട്ടത് എന്താണ്? IVF. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, IUF ആദ്യം എടുത്ത് കൊച്ചുങ്ങൾ ഉണ്ടാക്കണില്ല. പിന്നെ IVF എടുത്തു, കൊച്ചുങ്ങൾ ഉണ്ടാവണില്ല. പിന്നെ ഈ ശാസ്ത്രത്തിൽ എന്താ മാർഗം? ഒരു മാർഗ്ഗവും ഇല്ല. പിന്നെ എന്താ മാർഗം? ഉടമ്പടി എടുത്തപ്പോൾ കുട്ടികളുണ്ടായി. അതെന്താണ്? ഉണക്കക്കമ്പ് ബദാം പോലെ കായ്ച്ച് കൈയിടിച്ച് കർത്താവിലല്ലേ. അപ്പോൾ ഉണക്കക്കമ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു ശാസ്ത്രത്തിന് പ്രത്യാശ പോയി അവിടെ, അത് ബേസിക്കായിട്ട് അത് ഉണങ്ങിയിരിക്കുകയാണ്. പക്ഷെ കർത്താവ് തൊട്ട് കഴിഞ്ഞാൽ കർത്താവ് എന്താ പറഞ്ഞത്? ഈ കല്ലിൽ നിന്ന് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ഈ കല്ലിൽ നിന്ന് അതൊരു എബ്രാഹത്തിന്റെ സന്ധി ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. കൈയടിച്ച് കർത്താവ് മത്തായി 3:9 ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓർക്കേണ്ട ഒരു വിഷയം ദൈവത്തിന് എബ്രാഹാം പോലും വേണ്ടെന്നുള്ളതാണ്. എബ്രാഹത്തിൻ്റെ സന്തതികളെന്ന് വേണമെന്ന് പറഞ്ഞാൽ എബ്രാഹത്തിൻ്റെ രക്തത്തിലല്ലാത്ത കുഞ്ഞുങ്ങളെ എബ്രാഹത്തിൻ്റെ പേരിൽ പോലും ഈ കല്ലിൽ നിന്ന് ജനിപ്പിക്കാൻ കഴിയുന്നവനാണ് നിൻ്റെ ഉടമ്പടിയുടെ കർത്താവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ സാധ്യത, ചോര വിയർക്കുമ്പോഴും മരണം മണുക്കുമ്പോഴും കർത്താവ് മറക്കാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഫാദർ, ഓൾ തിങ് ഈസ് പോസിബിൾ ഫോർ യു.